നമസ്കാരം. ഈ ഇരന്ന് പണി വാങ്ങുക എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. അങ്ങനെ ഇരന്ന് പണി വാങ്ങിയ കൂട്ടത്തിലുള്ള ഒരാളാണ് കായംകുളത്ത് നേരത്തെ പ്രതിഭയ്ക്കെതിരായി മത്സരിച്ച അരിത ബാബു എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്. എന്താണ് അരിത ബാബു ചെയ്ത തെറ്റ്, അല്ലെ എങ്ങനെയാണ് ഇരന്ന് പണി വാങ്ങിയത് എന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. പൊതുവെ കോൺഗ്രസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയും കുതുകാൽ വെട്ടും വഞ്ചനയും ഒക്കെ പതിവായ കാര്യമാണ്. കള്ളത്തരം കാണിക്കുക. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചിട്ടാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നത്. അപ്പോൾ അങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കുക, അതായത് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കുക, അതിന് കൂട്ടു നിൽക്കുന്ന കുറേയധികം ആൾക്കാരും അങ്ങനെ ഇതുപോലെ നയവഞ്ചകന്മാരുടെ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരെ കാലെ വാരി നിലത്തടിക്കുന്ന കൂട്ടത്തിലാണ് കോൺഗ്രസ്സുകാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം നമ്മൾ കണ്ടത് വയനാട്ടിലാണ്. വയനാട്ടിൽ അവിടെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരിയിൽ അവിടുത്തെ ഏറ്റവും കറതീർന്ന ഒരു നേതാവ് എന്നെല്ലാവരും വിശേഷിപ്പിച്ചിരുന്ന IC ബാലകൃഷ്ണൻ നടത്തിയ കൊടിയ വഞ്ചനയുടെ പാപഭാരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് NM വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. സ്വന്തം മകനെയും കൂട്ടിക്കൊണ്ടാണ് ആത്മഹത്യ. മകനെ കൊലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതാണ് അന്ന് ഉണ്ടായത്. അപ്പം അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, അല്ലെ അവരുടെ ബന്ധുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി KPCCയുടെ സമിതി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കള്ളത്തരവും കൂടി വരുത്തി തീർത്തു. ഇപ്പോൾ അരിത ബാബു ചില കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആ കള്ളത്തിനെതിരായി അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് അരിത ബാബു പറയുന്നവർ നിഷ്കരണമോ തള്ളിക്കളയുന്നു. അതാണ് നയവഞ്ചന എന്ന് പറഞ്ഞത്. ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പാലക്കാട് MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട് കയറി അറസ്റ്റ് ചെയ്യുന്നു. പോരെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സമരം ചെയ്യാൻ? യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങുന്നു, സമരത്തിനായി പോകുന്നു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പിണറായിയുടെ പോലീസ്, അവിടെയാണ് പ്രശ്നം. CPMൻ്റെ പോലീസ് അവിടെ വന്ന് വലിയ വിഷയമുണ്ടാക്കുന്നു, വീട് കയറി പിടിച്ചുകൊണ്ട് പോകുന്നു. പ്രതിഷേധിച്ചു. അങ്ങനെ ഒരു പറ്റം യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെയും ഇവിടെയും എല്ലാമായി സമരത്തിൽ ഇരുന്നു. അങ്ങനെ ആ സമരത്തിൽ അവർക്ക് ക്രൂരമായ മർദ്ദനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അങ്ങനെ നിരവധിയായ പ്രവർത്തകർക്ക് കൊടിയ മർദ്ദനം തന്നെ പോലീസുകാരിൽ നേരിടേണ്ടി വരുന്നു. മർദ്ദനത്തെ ന്യായീകരിക്കുകയല്ല, മർദ്ദനം തെറ്റായിപ്പോയി. സ്ത്രീകളെ അടക്കം, വനിതാ പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ആ രീതിയിലായിരുന്നു അവരുടെ മർദ്ദന രീതികൾ. അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് അരിത ബാബു വികാരഭരിതമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അങ്ങോട്ട് പങ്കുവെച്ചത്. അതിൽ പറയുന്നത്, അവരുടെ കുറിപ്പ് ഒരുപാട് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നതാണ് ഇതിനകത്തിലെ നയവഞ്ചന അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരോട് കാണിക്കുന്ന വഞ്ചന എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ആദ്യത്തെ കാരണം ഇതാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട് കയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 2024 ജനുവരി മാസം 15-ാം തീയതി ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരു കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പ്രസ്തുത മാർച്ച് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുൻകൂട്ടി പദ്ധതിയിട്ട പ്രകാരം പോലീസ് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അക്രമത്തെ ന്യായീകരിക്കുന്നില്ല. അക്രമത്തിൽ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ ഏറ്റുവാങ്ങിയ മർദ്ദനം കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ഒരു നേതാവും ഏറ്റുവാങ്ങാത്ത ക്രൂരതയായിരുന്നു. അതൊക്കെ ഇത്തിരി കടന്നുപോയിട്ടുണ്ടാവും. ബാരിക്കേഡിനകത്തേക്ക് കൃത്യമായ പ്ലാനിങ്ങോടെ പോലീസ് പ്രവീണിനെ വലിച്ചെടുത്ത ശേഷം മറ്റു പ്രവർത്തകരെ പുറത്ത് തടയുകയും ഒറ്റയ്ക്ക് അകത്തായി പോയ പ്രവീണിനെ അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഇതെന്തോ ചക്രവ്യൂഹവും. നമ്മൾ ഈ ചക്രവ്യൂഹം ഒക്കെ നമ്മൾ ഈ മഹാഭാരത യുദ്ധത്തിലാണ് കണ്ടത്. അകത്തോട്ട് വരുന്ന ഒരാളെ അങ്ങ് അതിക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നു, കൊല്ലാൻ വേണ്ടി ചെയ്യുന്നു. ഇതിനേക്കാട്ടിലൊക്കെ മർദ്ദനം ഏറ്റുവാങ്ങി ഒരുപാട് നേതാക്കന്മാരുണ്ട്. അത് അരിത ബാബുവിനെ തിരിച്ചറിയാം. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുണ്ട്, അരിത ബാബുവിൻ്റെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു. ഇങ്ങനെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി ജീവൻ പോലും ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെടുമെന്ന് തോന്നിച്ച നിരവധി പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അത്ര ക്രൂരമായ മർദ്ദനമൊന്നും പറയാൻ പറ്റില്ല. ഈ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു ഇടമായിരുന്നു ഈ പോലീസിൻ്റെ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളായ മീനു സജീവിനെയും മൂത്ത രാരാജിനെയും മറ്റൊരിടത്ത് മർദ്ദിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് അത് തടയാൻ ചെന്ന ഞാനടക്കമുള്ള നിരവധി വനിതാ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു ഏൽക്കും, ഉറപ്പാണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് അങ്ങനെ അടികളുണ്ടായി. അതിനുശേഷം ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു.
എത്തിച്ച ഞങ്ങളെ ആ നിമിഷം മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ മുൻ MLA ബാബു പ്രസാദ് അവർ ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ കരുതലോടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്ത് വികാരഭരിതമാണ് ആ എഴുത്തെന്ന് നോക്കി. അടിയന്തരമായി ലഭിക്കേണ്ട എല്ലാ ചികിത്സകളും ചുരുങ്ങിയ സമയം കൊണ്ട് സമരത്തിൽ പരിക്കേറ്റ മുഴുവൻ ആളുകൾക്കും ഒരേ പ്രാധാന്യത്തോടെ ലഭ്യമാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്ന് വെച്ചാൽ ഇവർ അടികൊണ്ട് കിടന്ന സമയത്ത് കോൺഗ്രസ്സിലെ എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അച്ഛൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ബാബു പ്രസാദ് മുൻ MLA അദ്ദേഹം നിന്നിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ വലിയ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ബഹുമാന്യരായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, VD സതീശൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃനിരകളിലുള്ള നേതാക്കന്മാരും ഈ ചുരുങ്ങിയ സമയത്തിൽ പരിക്ക് പറ്റിയ മുഴുവൻ പേരെയും ഫോണിലും നേരിട്ടും ഇതിനോടകം ബന്ധപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചില്ലല്ലോ, പാവമായിപ്പോയി, കഷ്ടമായിപ്പോയി. അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. ഈ പറയുന്ന രാഹുൽ, പിന്നെ നമ്മുടെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, VD സതീശൻ, ഷാഫി പറമ്പിൽ എന്ന് വേണ്ട സകല നേതാക്കൾ ഇവരെ ഫോണിലും അല്ലാതെയൊക്കെ ഇങ്ങനെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര വികാരനിർഭരമായ, അത്രയ്ക്ക് എന്തോ വലിയ യുദ്ധത്തിനായി പോയ ആൾക്കാരാണല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരുന്നല്ലോ അവർ നടത്തിയ. അപ്പോൾ ഇനിയാണ് യഥാർത്ഥ കഥയിലേക്ക് വരുന്നത്. രാത്രി ഏറെ വൈകിയാണ് മേഘാരാജ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകയ്ക്ക് ഛർദി ആരംഭിച്ചത്. അത് ഞങ്ങളെ ആശങ്കപ്പെടുത്തി. ആയിക്കോട്ടെ, അവിടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒട്ടും ആശങ്കപ്പെട്ടില്ല. അടിയന്തരമായി വാഹന സൗകര്യം ഒരുക്കി ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആശുപത്രിയാണ്, അവിടേക്ക് എത്തിച്ചു. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പോവാണ്. അപ്പം എല്ലാ പ്രവർത്തകരെയും ഫോണിൽ വിളിച്ചു. അവർ അങ്ങോട്ട് എത്തുന്ന വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഹോസ്പിറ്റലിൽ പ്രിയ സഹപ്രവർത്തകരുടെ ഒരു വലിയ നിരയാണ് കാണുവാൻ കഴിഞ്ഞത്. അവരെ വെറുതെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു വെള്ളയും ഇട്ട ആൾക്കാരെല്ലാം കൂടെ അവിടെ തടിച്ച് ഇരച്ച് കയറുന്ന പോലെ കയറി എന്നാണ് പറയുന്നത്. അയ്യോ. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ പ്രിയ നേതാവ് രമേശ് ചെന്നിത്തല രാത്രി ഏറെ വൈകിട്ട് ഹോസ്പിറ്റൽ അധികൃതരുമായി ഫോണിൽ സംസാരിച്ച് അടിയന്തര ചികിത്സ നൽകണമെന്ന് അറിയിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, ഈ കോവിഡ് സമയത്ത് ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു ഫോൺ വിളി ഭയങ്കര വൈറലായിരുന്നു. ഹലോ ഉസ്മാനെ, കുവൈറ്റിൽ എന്തുണ്ട് വിശേഷം? അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ സേഫ് അല്ലേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഫോൺ എടുത്തു വെച്ചുകൊണ്ട് നടത്തിയ നാടകങ്ങൾ കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള നാടകത്തിന് ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ടോ എന്നറിയത്തില്ല. ഒരുപക്ഷെ ഹരിതാ ബാബു ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ അവിടെ അതുപോലെ തന്നെ MP പ്രവീണിനെ അവിടെ കൊണ്ടുവന്നെത്തിച്ചു. അദ്ദേഹത്തെയും ICUയിലേക്ക് മാറ്റി. പിന്നെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഓരോരുത്തർ വന്നു. രമേശ് ചെന്നിത്തല വന്നു, അവർ വന്നു. ചിലവെല്ലാം ആശുപത്രി ചിലവ് താൻ പൂർണ്ണമായി വഹിക്കും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അവർക്ക് സാന്ത്വനം കൊടുക്കുകയും ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചികിത്സയുടെ ചെലവ് എങ്ങനെയെന്ന് KC തന്നെ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് സംരംഭം നടത്തുന്നതിന് ഈ മേഘരാജിന് അപ്പോൾ അടിയന്തരമായി ആവശ്യമുണ്ടായിരുന്ന ആ മാസത്തെ വാടകയും ലോൺ EMIയും അടയ്ക്കുക എന്നാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ PWD വിളിച്ചൊരു അവാർഡ് കൊടുത്തു എന്ന് പറയുന്നത് പോലെ അതിനാവശ്യമായ തുക മേഘയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അയ്യോ, ഭയങ്കര സംഭവമാണ് കേട്ടോ. ദിവസങ്ങളോളം ചികിത്സാ ആവശ്യത്തിനായി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മേഘരാജിന് MP പ്രവീണ് ഈ പ്രസ്ഥാനം നൽകിയ കരുതൽ അവിടെ നിന്നുമാണ് കാണാൻ കഴിഞ്ഞത്. പ്രസ്ഥാനം എത്ര കരുതലോടെ അവരോട് പ്രവർത്തിച്ചെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല പിടിയുണ്ടോ? എന്തുമാത്രം കരുതൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അവരോട് കാട്ടി ഒന്നാലോചിക്കുക. ആ മേഘരാജ് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു കടമുറിയൊക്കെ എടുത്തപ്പോൾ വാടക പെൻഡിങ് വന്നു, അതിൻ്റെ EMI പെൻഡിങ് വന്നു. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു എമൗണ്ട് അന്നേരം തന്നെ അപ്പം തന്നെ PWD അയച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ പിന്നെ സംഭവം ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പം അവൾ വന്ന് പങ്കെടുത്തവരെ കുറിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇതെല്ലാം ICUയിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മേഘരാജ് വീട്ടിലേക്ക് പോയി. പിന്നെ അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 8 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് പിന്നെ മേഘരാജിന് 8 ലക്ഷം രൂപ നൽകി ഇവരെല്ലാം പിരിച്ചെടുത്ത് അങ്ങനെ പല വന്നവരുടെയൊക്കെ. പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന പോഷക സംഘടനകൾ വഴി അതെങ്ങനെയാണ് സമാഹരിച്ചതെന്ന് 8 ലക്ഷം രൂപ വഴി ഏകദേശം 8 ലക്ഷം രൂപ സമാഹരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മേഘയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞു. അതിലുപരി ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ മുതൽ ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നിരവധിയായ ആളുകൾ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായം നൽകി ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. ആരുടെ? ഈ മേഘരാജ് എന്ന് പറയുന്ന ആളിൻ്റെ 8 ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളായി ആർക്കും നൽകി? മേഘരാജ് എന്ന് പറയുന്ന ആ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയ്ക്ക് നൽകി എന്നുള്ളതാണ്. ഇത്രയും വികാരനിർഭരമായ ഒരു എഴുത്താണ് എഴുതിയത്. ആ കൂട്ടത്തിലാണെങ്കിൽ നിരവധി ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ നന്ദി പറയുന്നു. പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ആദ്യ അവസാനൊപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് KSU സഹപ്രവർത്തകർക്കും ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾക്കും കായംകുളം, തിരുവല്ല, തിരുവനന്തപുരം നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കും കായംകുളത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത്ര വികാര നിർഭരമായി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഹരിതാ ബാബുവിൻ്റെ മുഴുനീളൻ ഗ്രന്ഥം അവിടെ അവസാനിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന ആള്, മേഘ രാജല്ല, മേഘ രഞ്ജിത്താണ്. മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു താല്പര്യം തോന്നി. അപ്പം മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആള്, ഈ പ്രവർത്തക അടിയിലൊരു കമൻറ്റ് എന്നുള്ള ലെവലിലൊരു സാധനം എഴുതി. അപ്പം സംഭവമൊക്കെ ഇത്രയും പറഞ്ഞല്ലോ. മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ അതിശക്തമായി ഭയങ്കര പ്രശ്നമുണ്ടായി. ഈ മേഘ രഞ്ജിത്ത് അവിടെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ അവിടെ KC വേണുഗോപാൽ അന്വേഷിച്ചു, രമേശ് ചെന്നിത്തല അവിടുത്തെ EMI അടച്ചു എന്ന് വേണ്ട, KPCC അവിടുന്ന് ഇവിടുന്നും പാവപ്പെട്ടവരെല്ലാം നുള്ളിപ്പെറുക്കി 8 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. വിവിധ ഘട്ടങ്ങളിലായി മേഘ രഞ്ജിത്തിൻ്റെ കയ്യിലേക്ക് ആ പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ നീട്ടിപ്പിടിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഹരിതാ ബാബു എഴുതിയതിന് തൊട്ട് കീഴിലായി ഒരു പെട്ടെന്ന് ഈ മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ വനിതാ പ്രവർത്തക ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കമൻറ്റ് വേറൊന്നുമല്ല, കൂടുതൽ തള്ളൊന്നും വേണ്ടാന്നേ എന്നുള്ള ലെവലിലാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് ഇങ്ങനെ വലിയ തള്ളിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് KPCC എന്തോ ഇവിടുന്ന് മലമറിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന് മേഘ രഞ്ജിത്ത് എഴുതിയിരിക്കുന്നത്, ഈ പറഞ്ഞ തുക എനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത് അതുകൂടി പരസ്യമായി പറയണം. ഇതാണ് ആ മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ 8 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പറയുന്ന ആ വനിതാ നേതാവ് ഫേസ്ബുക്കിൽ ഈ ഹരിതാ ബാബുവിൻ്റെ പോസ്റ്റിന് ചോടെ കമൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തെന്നാണ്, ഈ പറഞ്ഞ തുക എനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത് എന്ന് കൂടി പരസ്യമായി പറയണം. അതിന് തണ്ടല്ലുറപ്പുണ്ടോ ഹരിതാ ബാബു എന്ന് ചോദിക്കേണ്ടി വരും. ഞാനും കൂടി അറിയണമല്ലോ എൻ്റെ പേരിൽ ആരാണ് വലിയൊരു എമൗണ്ട് കൈപ്പറ്റിയത് എന്ന്. ഇതിന് നിരവധി ഇമോജികളാണ് വരുന്നത്. ഇതിൽ ഇമോജി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ, പണ്ട് കുമ്മോജി എന്ന് പറഞ്ഞൊരു സാധനം അറിയാം, ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇമോജി ഉണ്ട്. അതിന് നിരവധിയായ ഇമോജികളാണ് ആ മേഘ രഞ്ജിത്തിൻ്റെ ആ കമൻറ്റിൻ്റെ ചോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നു, പിന്നെ സാരയില്ല ചേച്ചി കാശ് അണ്ണൻ തരും. ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, സാരയില്ല ചേച്ചി കാശ് അണ്ണൻ തരും എന്ന് പറഞ്ഞിട്ട്. വേറൊന്നുമല്ല, പണ്ട് കോൺഗ്രസിൻ്റെ ഒരു വലിയ സമരപരിപാടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന സമയത്ത് പലരും വന്ന് കാര്യമായി പല കടകളിലും കയറി ചായ കുടിച്ചിട്ട് പോയി. അപ്പോൾ അവരൊക്കെ ചായ കുടിച്ചിട്ട് പോകുമ്പോൾ ഇവർ ചോദിക്കും, ചേട്ടാ കാശ് അണ്ണൻ തരും എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതിനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ചിലർ പറഞ്ഞ് തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണം. പക്ഷേ ഈ ഹരിതാ ബാബു പറഞ്ഞ മേഘ രഞ്ജിത്തിന് കൈമാറി എന്ന് പറയുന്ന 8 ലക്ഷം രൂപ ദൈവം സഹായിച്ച് ഇതുവരെ ഹരിതാ ബാബുവിൻ്റെ അല്ലെങ്കിൽ ഈ മേഘ രഞ്ജിത്തിൻ്റെ കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കും, ഇവിടെ സ്വന്തം പാർട്ടിയിലെ ലീഡറായ കരുണാകരൻ്റെ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി പിരിച്ച പണം എടുത്ത് പുട്ടടിച്ച വിരുദ്ധന്മാരാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ, നമുക്കറിയാം. അപ്പം ഇവിടെ പറഞ്ഞു വെച്ചത് എന്താണ്, ഈ ഹരിതാ ബാബു പറഞ്ഞു വെച്ചത് മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന നേതാവിനെ ഞങ്ങൾ അങ്ങ് പരിപോഷിപ്പിച്ചു. ആ മേഘ രഞ്ജിത്ത് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി. ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല, ദിവസേന ആഴ്ചതോറും ആശുപത്രിയിൽ പോകണം, മരുന്നിനും ചികിത്സയ്ക്കുമായിട്ട് അല്ലെങ്കിൽ മരുന്നിനും അതോടൊപ്പം തന്നെ യാത്രാ ചെലവിനും ഒക്കെ ആയിട്ട് നിരവധി പണം ചെലവാകുന്നു. ഇതിനൊന്നും പറ്റിയ അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ജീവിതമാണ് തങ്ങളുടേത്. അത്രയും ദുരിതം അനുഭവിക്കുന്ന, ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ പോലും കഴിയാതെ, അവർ ആശുപത്രിയിൽ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന നേതാവ് 8 ലക്ഷം രൂപ അല്ലെങ്കിൽ ആ നേതാവിന് 8 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തൊരു വഞ്ചനയാണ് സത്യത്തിൽ ഹരിതാ ബാബു പറഞ്ഞു വയ്ക്കുന്നത്. എന്തൊരു വഞ്ചനയാണ്. അവർ വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അവർക്ക് ഉണ്ടായിരുന്ന ഏക മകളുടെ പഠനത്തിനും ആ മരുന്നിനും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് ആ കുടുംബം. എന്നിട്ടും പറയുകയാണ്, എന്നിട്ട് നാണമുണ്ടോ ഹരിതാ ബാബു ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് ഇത്രയും നീട്ടിപ്പിടിച്ചൊരു വലിയ ഒരു ഗ്രന്ഥം പോലൊരു സാധനം എഴുതി വയ്ക്കാൻ? അല്ലേ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാൾ അടികൊണ്ട് വീണ് അവർ ആശുപത്രിയിൽ പോയി തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയിൽ ICUവിൽ കഴിഞ്ഞ ഒരു രോഗിക്ക് വേണ്ടി KPCC അവിടുന്ന് ഇവിടുന്ന് നിത്യപട്ടിണിക്കാരുടെ കയ്യിൽ നിന്ന് വരെ പിരിച്ചെടുത്ത പണം അവർക്ക് കൊടുക്കാതെ അതും എടുത്ത് പുട്ടടിച്ചു. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു നയരൂപീകരണം എന്ന് പറഞ്ഞാൽ. എന്ത് മനോഹരമായ ആചാരങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ടത്, അന്നേരം നമുക്ക് മറുത്തു പറയാൻ കഴിയും, അവിടെ അങ്ങ് വയനാട്ടിൽ സംഭവിച്ചതിൻ്റെ അത്രയും ഇല്ലല്ലോ എന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. കാര്യം NM വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട, അതായത് രണ്ടുപേരുടെ മരണത്തിലേക്ക് തള്ളിവിട്ട അത്രയും ക്രൂരതയൊന്നും അരിതാ ബാബുവിൻ്റെ KC വേണുഗോപാലേട്ടനും ആരും ചെയ്തിട്ടില്ലല്ലോ എന്നോർത്ത് നമുക്ക് തൽക്കാലം സമാധാനിക്കാം. എന്നാലും പ്രിയ അരിതാ ബാബു, നിങ്ങൾ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകും. ഇത്തരം പ്രതികരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഭാവി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വിഘാതമായി തീരും ഈ രീതിയിലുള്ള തള്ളലുകൾ.